ഹായ്. അത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് ആ കാണുന്ന രണ്ട് വീടുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ആ കൂട്ടത്തിലുള്ളത് മൂന്നാമത്തെ വീടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. അപ്പൊ എല്ലാവർക്കും മൈ ഡ്രീം ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റില് 4 ബെഡ്റൂം അടങ്ങുന്നതാണ് നമ്മുടെ ഈ വീട്. അതുപോലെ തന്നെ ചെറിയൊരു യൂട്ടിലിറ്റി റൂമും കൂടി ഉണ്ട്. നമുക്ക് നേരെ വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ അതെ മതില് ഗേറ്റുമായിട്ട് നോക്കാം. മതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോക്സി ഡിസൈനിലാണ് മതിൽ ചെയ്തേക്കുന്നത്. അതും മേളിലായിട്ട് ഒരു ചെറിയൊരു സ്പേസ് 2 മതിലിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗാർഡനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ക്ലാഡിംഗ് സ്റ്റോണോ സംഭവങ്ങളോ ഒന്നും നമുക്ക് മതിലുമ്പോൾ കാണാനില്ല. ഒരു ബോക്സി ഡിസൈനിൽ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെച്ചേക്കുന്ന ഒരു മതിൽ. അതുപോലെ തന്നെ അതെ തൂണിന്റെ മേളിലായിട്ട് നമുക്ക് ലൈറ്റ് കാര്യങ്ങൾ കാണാം. ഇത് നേരെ ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നതും സ്ലൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഗേറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതും GIയുടെ സ്ക്വയർ ട്യൂബ് ഇട്ടിട്ട് APC ഷീറ്റിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി നേരെ നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറാം. ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇതുപോലെ സ്റ്റോണൊക്കെ ഇട്ട് അതിന്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടാണ് ഒരു മുറ്റം കാണാം. അതുപോലെ തന്നെ നല്ല വിശാലമായിട്ട് വലിയൊരു വാഹനം തന്നെ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വലിയ കാർ പോർച്ച്. അതുപോലെ തന്നെയാണ് അതിന്റെ സൈഡിലേക്ക് ചെറിയൊരു ഹാച്ച് ബാക്ക് കൂടി മാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ചെറിയൊരു സ്പേസും കൂടി ഇങ്ങോട്ടേക്ക് ഉണ്ട്. പോളികാർബണേറ്റ് ഷീറ്റും അതുപോലെ തന്നെ GIയുടെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചാണ് ഈ മേള ഈ സംഭവം ഫുള്ള് ചെയ്തേക്കുന്നത്. സൈഡിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ CNC കട്ടിങ്ങിൽ ഒരു മെറ്റൽ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വീട്ടിലേക്കുള്ള വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോമൺ ആയിട്ടൊരു വലിയ കിണർ കൂടി ഈ വീടിനുണ്ട്. അതായത് ആ വീടിനും ഈ വീടിനും ഇതിന്റെ മേളിലെ 2 വീടിനും കൂടി കോമൺ ആയിട്ടാണ് കിണറുള്ളത്. അത് താഴത്തായിട്ടുണ്ട്. അതിൽ നിന്ന് മോട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുവഴി നമുക്ക് വെള്ളം എടുക്കാവുന്ന സൗകര്യമുണ്ട്. അങ്ങനെ 2 രീതിയിലും ഇവിടെ വാട്ടർ സോഴ്സ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിന്റെ സിറ്റ് ഔട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ സിറ്റ് ഔട്ട്, നമുക്ക് ഇത്രയും പാർക്കിംഗ് ഏരിയ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സെന്ററിൽ ഒരു തൂണ് നമുക്ക് കാണാം. അതിൽ വലിയ വർക്ക് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പെയിന്റ് ചെയ്ത് ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഡോറ് കാണാം. ഡോറ് അതുപോലെ ജനല് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയും യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഡോർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിംഗിൾ പാളിയുടെ ഡോറാണ്. നമ്മൾ മറ്റു വീടുകളിലൊക്കെ ഡബിൾ പാളിയാണ് കണ്ടെങ്കിൽ ഇവിടെ സിംഗിൾ പാളി ഡോറാണ് കൊടുത്തേക്കുന്നത്. അതിന് വേറെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊന്നുമില്ല. ലോക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നോർമൽ ആയിട്ടാണ് ആ ഡോറ് സെറ്റ് ചെയ്തേക്കുന്നത്. പുറത്ത് തന്നെ നമുക്ക് പാനലിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നേരെ നമുക്ക് ഇനി അകത്തേക്ക് കയറാം. നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നത് തന്നെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലിവിംഗ് റൂമിലേക്കാണ്. വലിയൊരു സ്പേസുള്ള ലിവിംഗ് റൂം അല്ലെങ്കിലും സ്ക്വയർ ആയിട്ട് ഒരു ഭംഗിയായിട്ടൊരു ലിവിംഗ് റൂം. അതിൽ തന്നെ നമുക്ക് TV യൂണിറ്റും വലിയൊരു പാർട്ടീഷനും ഇവിടെ കാണാൻ പറ്റും. പാർട്ടീഷനിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് TV ഇരിക്കാവുന്ന രീതിയിലുള്ള നമുക്ക് TV യൂണിറ്റ് ഇവിടെ കാണാം. അതിന്റെ അടിയിലായിട്ട് കുറേ സ്പേസുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ അതും കൊടുത്തിട്ടുണ്ട്. ജനലിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ഒറ്റപ്പാളിയുടെ ജനൽ ഈ സൈഡിൽ ഫ്രണ്ടിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് 3 പാളിയുടെ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാ ജനലിലും ഇതുപോലെ പാനലിങ് ഈ വീട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണാൻ പറ്റും. പിന്നെ ജനലിന്റെ കാര്യത്തിലേക്ക് എടുത്തു പറയാനായിട്ടുള്ളത് ഇവിടെ GIയുടെ ട്യൂബാണ് യൂസ് ചെയ്തേക്കുന്നത് ജനലിന്റെ അഴികളായിട്ട്. നോർമൽ ജനൽ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ലിവിംഗിൽ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഈ ഒരു പാർട്ടീഷൻ കഴിഞ്ഞ് നേരെ വരുമ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ കാണാം. അതുപോലെ തന്നെ ഇവിടെ മേലേക്കുള്ള സ്റ്റെയർ കാണാം, വാഷ് ബേസിൻ ഏരിയ കാണാം. അപ്പൊ അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പായിട്ട് ഈ ഒരു പാർട്ടീഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തിലൊക്കെ വയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെല്ലാം സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് കടന്ന് നമ്മൾ നേരെ വരുന്നത് ഇതുപോലെ വിശാലമായിട്ടൊരു ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്ക്വയർ സൈസിൽ തന്നെ വലിയൊരു ഡൈനിങ് ഏരിയ. കിച്ചൺ കാണാം, ഓപ്പൺ കിച്ചൺ ആണ്. ഇതുപോലെ ഫുഡ് സെർവ് ചെയ്യുന്ന സ്ഥലമൊക്കെ നമുക്ക് അവിടെ കാണാം. അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് സീലിങ്ങിന്റെ കാര്യം നോക്കാം. സീലിംഗ് ഇവിടെ എല്ലാം ചെയ്തേക്കുന്നത് ജിപ്സം ആണ്. അതിനകത്ത് സെന്ററായിട്ട് വിനീർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് JV ലൂക്കറിന്റെ ഫാൻ, BLDC ഫാനാണ് ഇവിടെ എല്ലായിടത്തും യൂസ് ചെയ്തേക്കുന്നത്. അത് നമ്മുടെ എല്ലാ ഏരിയയിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ഫാൻ ഓൾറെഡി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എടുത്ത് കാണാൻ പറ്റും. ഫ്ലോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ 5x2 സൈസിൽ ചെറിയൊരു ടെക്സ്ചർ ഡിസൈൻ വരുന്ന രീതിയിൽ വൈറ്റ് അല്ലെങ്കിൽ ഒരു സെറാമിക് ഐവറി കളറിലുള്ള ടൈലാണ് ഫുള്ളായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെയാണ് സിറ്റ് ഔട്ടിന്റെ കാര്യത്തിലും ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബ്ലാക്ക് ടെക്സ്ചറുള്ള ഗ്രാനൈറ്റ്.
ഡൈനിങ് ഏരിയയുടെ ഈ ഒരു സൈഡിലായിട്ട് 3 പാളിയുടെ ഒരു വലിയ ജനൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതിനും പാനലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ആർട്ട് വർക്കുള്ള ഫോട്ടോ ഫ്രെയിംസും നമുക്ക് ഈ സൈഡിലായിട്ട് കാണാം. അപ്പൊ ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് കയറാം. അടുക്കളയിലേക്ക് കയറണക്കായി മുമ്പായിട്ട് ഈ ഒരു പാർട്ടീഷൻ നമുക്ക് ആദ്യം കാണാം. ഈ ഒരു പാർട്ടീഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡിലായിട്ട് നല്ല ഭംഗിയായിട്ട് ഒതുക്കി ചെയ്തേക്കുന്ന ഒരു പാർട്ടീഷൻ. അതിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ബോക്സി ഡിസൈനിൽ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്ത് അത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ബോക്സ് ഡിസൈനിൽ കുറെ ഡിസൈനൊക്കെ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി അതും വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് ഫുഡ് കിച്ചണിൽ സെർവ് ചെയ്യാനുള്ള സ്പേസ്. ഒരു ചെറിയ സ്പേസ് ആണ് അതിനുവേണ്ടി കൊടുത്തേക്കുന്നത്. അതിലും ഒരു ലൈറ്റ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് ഒരു വലിയ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു സ്റ്റോറേജ് ക്ലാസ് ഒക്കെ ഇട്ട് അതും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കിച്ചണിന്റെ അകത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മേളിൽ ചെയ്തേക്കുന്ന സീലിംഗ് ആണ്. സീലിംഗ് ചെയ്തേക്കുന്നത് ഒരു എൽ ഷേപ്പിൽ നല്ല ഭംഗിയാക്കിയിട്ട് അതിന് പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല രസമായിട്ട് ആ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലെ സ്റ്റോറേജ് ഏരിയ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വൈറ്റും ഒരു ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് പറയാവുന്ന രീതിയിൽ ചെറിയൊരു ഗ്ലൈസിങ് ആയിട്ടൊരു ടെക്സ്ചറിലാണ് ഇത് ഫുള്ള് ഇവിടെ സ്റ്റോറേജ് ചെയ്തേക്കുന്നത്. താഴെയും അതുപോലെ നമുക്ക് കാണാം. അതിന് പ്രൊഫൈൽ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് ഇവിടെ സ്റ്റോറേജ് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. 3 പാളിയുടെ ഒരു ചെറിയ ജനലാണ് ഇവിടെയായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിങ്ക് കാണാം. അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ ടോപ്പിംഗ് ചെയ്തേക്കുന്നത് ഈ വൈറ്റിനോട് ചേർന്നിട്ടുള്ള മാർബിളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ പുറത്ത് സെക്കൻഡ് കിച്ചൺ കാണാം, അതായത് വർക്ക് ഏരിയ. വർക്ക് ഏരിയയിലേക്ക് കയറി വരുമ്പോൾ താഴെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ടൈലുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒട്ടും സ്ലിപ്പറി അല്ലാത്ത പ്ലെയിൻ ടൈൽസ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് കാണാം. അതിൽ സിങ്ക് പൈപ്പ് കാര്യങ്ങളൊക്കെ കാണാം. താഴെ സ്റ്റോറേജ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഫുള്ള് കവേർഡ് ആണ്. ഈ ഒരു ഷീറ്റിൽ മേളിൽ ഷീറ്റ് ഇട്ട് ഫുള്ള് വെള്ളമൊന്നും കയറാത്ത രീതിയിൽ, മഴ പെയ്താലും തെറിക്കാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് അതും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഗ്രില്ല് നമുക്ക് കാണാം. ഈ ഗ്രില്ല് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ അവിടെ ആയിട്ട് നമുക്ക് മോട്ടർ കാര്യങ്ങൾ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ ആ ഒരു കോമൺ കിണറിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കും ഇതുപോലെ കവറിങ് ഫുള്ളായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് ഒരു ഗ്രില്ലുണ്ട്. അത് നേരെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ വീടിന്റെ റൈറ്റ് സൈഡിലെ കോർണറിലേക്ക് ഇറങ്ങാൻ പറ്റും. അതും 2 പേർക്ക് നടക്കാവുന്ന അത്രയും സ്പേസ് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം കാണാം. 14-10 സൈസിൽ 140 സ്ക്വയർ ഫീറ്റിലാണ് ഈ ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബ് കൂടെ കാണാൻ പറ്റും. അതും ഗ്ലാസും കാര്യങ്ങളൊക്കെ മിററും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടൊരു വാർഡ്രോബ്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 പാളിയുടെ ഒരു ജനൽ ഇവിടെ, ഓരോ പാളിയുടെ 2 ജനൽ ഇവിടെ ആയിട്ടും നമുക്ക് കാണാൻ പറ്റും. അതും ഈ പറഞ്ഞ പോലെ പാനലൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. സീലിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ കണ്ടതിനേക്കാൾ വ്യത്യാസമായിട്ടൊരു ഡിസൈനിൽ 2 സർക്കിളോട് കൂടിയിട്ടൊരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡിലായിട്ട് വിനീർ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ജെവി ലൂക്കറിന്റെ ഫാൻ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഫ്ലോർ ടൈൽ പറയുകയാണെങ്കിൽ 5-2 സൈസിലെ ഒരു വൈറ്റിൽ ചെറിയ ടെക്സ്ചർ പറഞ്ഞ ടൈലാണ് എല്ലാവർക്കും യൂസ് ചെയ്തേക്കുന്നത്. വൈറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ക്രീം എന്ന് പറയാവുന്ന രീതിയിലുള്ള ടൈലുകൾ. ഈ റൂമിലെ ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ PVC ഡോറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വാഷ് ബേസൻ, കണ്ണാടി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. എല്ലാം യൂസ് ചെയ്തേക്കുന്നത് ഹിൻഡ്വെയറിന്റെ പ്രൊഡക്ട്സ് ആണ് ഇതിനകത്ത് എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. വാഷ് ഏരിയ കാണാം. അതുപോലെ തന്നെ ടോയ്ലറ്റ്, വാൾ മൗണ്ടഡ് ടോയ്ലറ്റ് ആണ്. ചെറിയൊരു ജനല് പുറത്തേക്കുണ്ട്. എക്സോസ്റ്റ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹീറ്ററിനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്ലിപ്പറി അല്ലാത്ത ഒരു ടെക്സ്ചറുള്ള ഒരു ടൈലാണ് താഴെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മേളിലേക്കുള്ള ടൈലുകളും നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈനൊക്കെ പോകുന്ന രീതിയിലുള്ള ഡിസൈനിലാണ് ടൈല് മേളിലേക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം കാണാം. അതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ മെയിൻ സ്വിച്ചിന്റെ ബോർഡ് കാണാൻ പറ്റും. എല്ലാം യൂസ് ചെയ്തേക്കുന്നത് വി ഗാർഡാണ്. വയറിങ്ങും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തേക്കുന്നത് വി ഗാർഡിന്റെ വയറിങ്ങാണ്. നമുക്ക് നേരെ റൂമിലേക്ക് കയറാം. 10-10 സൈസിൽ 100 സ്ക്വയർ ഫീറ്റിൽ സ്ക്വയർ ആയിട്ടാണ് ഈ ബെഡ്റൂം ഉള്ളത്. പുറത്തേക്കായിട്ട് ഇവിടെ ഒരു 3 പാളിയുടെ ജനല് നമുക്ക് കാണാൻ പറ്റും. അതിനും പാനലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് നല്ല ഭംഗിയായിട്ട് അതും ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ അവിടെയും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫാൻ ഇവിടെയുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ റൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ ഈ റൂമിന്റെ ബാത്റൂം കൂടി ഒന്ന് കാണാം. PVC ഡോറാണ് ബാത്റൂമിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഹിൻഡ്വെയറിന്റെ പ്രൊഡക്ട്സ് ആണ് ഇതിനകത്ത് എല്ലാം യൂസ് ചെയ്തേക്കുന്നത്.
കണ്ണാടി കാണാം, അതുപോലെ തന്നെ വാഷ് ബേസിൻ ഏരിയ കാണാം, ഷവർ ഉണ്ട്, വാൾ മൗണ്ടഡ് ആയിട്ടാണ് ക്ലോസറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലിപ്പറി അല്ലാത്ത ഒരു ചെറിയ ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ടൈലാണ് താഴെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ വാൾ ടൈലും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഡിസൈനിൽ നേരത്തെ കണ്ട പോലെ ഇടയ്ക്ക് വരയും കാര്യങ്ങളൊന്നും ഇല്ലാതെ സിംഗിൾ ഡിസൈനിലുള്ള ടൈലാണ് സൈഡിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ജനൽ നമുക്ക് ഇവിടെ കാണാം, അതുപോലെ ഹീറ്ററിനുള്ള സ്പേസും ഇവിടെ കാണാം. ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാം. അതിന് മുമ്പായിട്ട് നമുക്കിത് ഈ സ്റ്റെയർ കേസ് പരിചയപ്പെട്ടിട്ട് പോകാം. സ്റ്റെയർ കേസിലേക്ക് വരുമ്പോൾ CNC കട്ടിങ് ചെയ്ത ഇതുപോലത്തെ മെറ്റൽ ഷീറ്റാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അതിലും ഒരു വുഡിൻ്റെ ഹാൻഡ് റെയിലും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഇതുപോലെ ഒരു വുഡ് ഡിസൈനിൽ കൊടുത്തിട്ട് അതിലാണ് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തേക്കുന്നത്. അത് ഈ സൈഡിൽ നിന്ന് തൊട്ട് ആ അറ്റ വരെ മേളിൽ വരെയായിട്ട് നല്ല ഭംഗിയായിട്ട്, അത് ഈ സ്റ്റെയറിന് പ്രത്യേക ഒരു ഭംഗി കൊടുക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു പ്രൊഫൈൽ ലൈറ്റും ആ ഒരു വുഡൻ പാനലിലേക്ക് നമുക്ക് അറ്റം വരെ കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് വുഡിൻ്റെ വിനീറിൽ ഈ ഒരു ഡിസൈനിൽ ഒരു എൽ ഷേപ്പിലായിട്ട് അതും കൊടുത്തിട്ടുണ്ട്. അതും കയറി വരുമ്പോൾ ഒരു ഭംഗിയായിട്ടൊക്കെ ഫീൽ ചെയ്യും. ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് സ്റ്റെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മേളിലേക്ക് കയറി വരുമ്പോൾ അതുപോലെ നമുക്ക് സ്റ്റെയറിൽ നിന്ന് കയറി വരുമ്പോൾ സ്റ്റെയറിലായിട്ട് തന്നെ ഇതുപോലെ ചെറിയൊരു പർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ കയറി വന്നത് നമ്മളിതുപോലെ വിശാലമായിട്ടൊരു ലിവിങ് ഏരിയയിലേക്കാണ്. TV യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നല്ല ഒതുക്കി ഭംഗിയായിട്ട് വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു TV വയ്ക്കാവുന്ന അത്രയും വലിയൊരു യൂണിറ്റ് നമുക്കിവിടെ കാണാം. അതിന് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് കാണാൻ പറ്റും. ഈ ഒരു സൈഡിൽ ചെറിയൊരു റൂമിലേക്കുള്ള എൻട്രി ഉണ്ട്, മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, ആ ഒരു സൈഡിലേക്കുള്ള ബെഡ്റൂം ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഭംഗിയായിട്ട് ചെറിയൊരു വുഡിൽ സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ഏരിയ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കാവുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സീലിങ് കുറേ സർക്കിളൊക്കെ ഉള്ളൊരു സീലിങ്, ആ ഒരു ഡിസൈനിൽ ഒരു പ്രത്യേക ഡിസൈനിൽ നല്ല ഭംഗിയായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു ഏരിയ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ലിവിങ് സിംഗിൾ ആണെങ്കിൽ പോലും നമുക്ക് രണ്ടായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ 2 സീലിങ്ങിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പാർട്ടീഷനായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് തന്നെ ഒരു പുറത്തേക്കുള്ളൊരു ഓപ്പണിങ് വരുന്നുണ്ട്. അവിടെയായിട്ടാണ് നമുക്ക് ബാൽക്കണി വരുന്നത്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ബാൽക്കണി കാണാൻ പറ്റും. ബാൽക്കണിക്ക് വേണ്ടിയിട്ട് ടഫ് ആൻഡ് ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഹാൻഡ് റെയിലുമാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്ലോറിലെ മാസ്റ്റർ ബെഡും പരിചയപ്പെടാം. ബാൽക്കണീനോട് ഇപ്പുറം സൈഡിലായിട്ടാണ് ഈ മാസ്റ്റർ ബെഡും വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിലും മിററും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം വലിയ ഒരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. 2 സിംഗിൾ പാളിയുടെ ജനൽ ഈ ഒരു സൈഡിലായിട്ടും കാണാം. അതുപോലെ 3 പാളിയുടെ ഒരു ജനൽ ഇവിടെയും 2 പാളിയുടെ ഒരു ജനൽ ഇവിടെ ആയിട്ടും ഫ്രണ്ട് ഓപ്പണിംഗ് ആയിട്ട് അതും കൊടുത്തിട്ടുണ്ട്. സീലിംഗ് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ഡിസൈനിലാണ് സീലിംഗ് ചെയ്തേക്കുന്നത്. ഫ്ലോർ ടൈല് നേരത്തെ പറഞ്ഞ 5x2 ഫ്ലോറിംഗ് ടൈലും സെയിം കണ്ട അതുപോലെ തന്നെ ടൈലുണ്ട്. ഇനി നമുക്ക് നേരെ ബാത്റൂം ഏരിയയിലേക്ക് വരാം. PVCയുടെ ഡോറാണ് ബാത്റൂം വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ കയറി വരുമ്പോൾ നമുക്ക് ഹിൻഡ്വെയറിൻ്റെ പ്രൊഡക്റ്റാണ് എല്ലാം ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഈ സൈഡിലായിട്ട് കണ്ണാടി ഉണ്ട്, അതുപോലെ തന്നെ വാഷ് ബേസിൻ ഏരിയ ഉണ്ട്, ഷവർ ഉണ്ട്, ഹീറ്ററിനുള്ള സ്പേസ് അവിടെയായിട്ട് കാണാം. വാൾ മൗണ്ടഡ് ടോയ്ലറ്റ് അല്ല നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് കൊടുത്തേക്കണം. ഇതുപോലത്തെ ടോയ്ലറ്റാണ് കൊടുത്തേക്കുന്നത്. ചെറിയൊരു ജനൽ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. അതിൻ്റെ മേലെ എക്സോസ്റ്റ് കാണാൻ പറ്റും. ടൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ലിപ്പറി അല്ലാത്തൊരു ടൈലാണ് താഴെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് മാച്ച് ചെയ്ത കളറായിട്ട് തന്നെ വാൾ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ താഴെ നമ്മൾ കണ്ട പോലെ തന്നെ ഈ ഒരു ലൈൻ പോണ രീതിയിലുള്ള വാൾ ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സെക്കൻഡ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം കാണാം. 13x10 സൈസിൽ 130 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ് ഈ സെക്കൻഡ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം. കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ വിശാലമായിട്ടൊരു വാർഡ്രോബ് കാണാം. അതിൽ മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോറേജ് ഏരിയയൊക്കെ നമുക്ക് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. 3 പാളിയുടെ ഒരു ജനൽ ഇവിടെ, ഓരോ പാളിയുടെ 2 ജനൽ അപ്പുറം ഇപ്പുറമായിട്ട് നമുക്ക് ഈ ഒരു സൈഡിലായിട്ടും കാണാം. സീലിങ്ങും നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനിൽ നല്ല ഭംഗിയായിട്ട് പ്രൊഫൈലായിട്ടൊക്കെ കൊടുത്ത് നല്ല ഉഷാറാക്കിയൊരു സീലിംഗ് നമുക്കിവിടെ കാണാം. ഫ്ലോറ് 5x2 നേരത്തെ കണ്ട അതേ ടൈലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ ബാത്റൂം ഏരിയയിലേക്ക് വരാം. PVCയുടെ ഡോർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഹിൻഡ്വെയറിൻ്റെ പ്രൊഡക്ട്സ് തന്നെ ഫുള്ള് എല്ലാം ഉള്ളത്. വാഷ് ബേസൻ അതുപോലെ മിറർ കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കാണാം. ഷവർ ഏരിയ ഇവിടെ കാണാം. അതുപോലെ വാട്ടർ ഹീറ്ററിനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വാൾ മൗണ്ടഡ് അല്ല ടോയ്ലറ്റ് വന്നേക്കുന്നത് ഈ ഒരു രീതിയിലാണ്. പുറത്തേക്ക് ഒരു ചെറിയൊരു ജനൽ അതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ടെക്സ്ചർ വരുന്ന ടൈപ്പ് ഡിസൈനിലുള്ള ടൈലാണ് ഈ ഒരു സൈഡിലും.
താഴെ സ്ലിപ്പറി അല്ലാത്ത ടൈല്, അതിനോട് മാച്ച് ചെയ്തിട്ട് തന്നെ ഫുള്ളായിട്ട് വരുന്ന വാൾ ടൈലുകൾ നമുക്കിവിടെ കാണാം. സെക്കൻഡ് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ TV യൂണിറ്റിനോട് ചേർന്ന് തന്നെ ചെറിയൊരു യൂട്ടിലിറ്റി റൂം കൂടി നമുക്ക് ഈ വീടിനുണ്ട്. സ്ക്വയർ ആയിട്ടൊരു യൂട്ടിലിറ്റി റൂം. അതിൽ ഈ സൈഡിലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ്, അതിൻ്റെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് സോപ്പ് ഓയിലും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം എടുക്കാനുള്ള പൈപ്പും വെള്ളം പോകാനുള്ള ഗ്യാപ്പും താഴെ കൊടുത്തിട്ടുണ്ട്. സ്വിച്ചിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 പാളിയുടെ ഒരു ചെറിയ ജനൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് നേരെ പുറത്തേക്ക്, അതായത് മേളിലേക്കുള്ള സ്റ്റെയറിൻ്റെ ഓപ്പണിങ് വരുന്നത്. മേളിലേക്കുള്ള സ്റ്റെയറിനൊപ്പം തന്നെ നമുക്കിവിടെ ചെറിയൊരു ബാൽക്കണിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ഈ ഒരു ഏരിയയിലുണ്ട്. നമുക്ക് ഇവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ കണ്ട് നിൽക്കാൻ പറ്റിയൊരു സ്പേസ്. മേളിലേക്ക് ഈ വഴി സ്റ്റെയർ മേളിലേക്കായിട്ട് പോകുന്നുണ്ട്. ഈ വീടിൻ്റെ ഡയറക്ഷൻ ഉള്ളത് ഈസ്റ്റ് സൈഡിലേക്കാണ്. അതുപോലെ തന്നെ തേവക്കൽ വികാസ് വണ്ടി റോഡിൻ്റെ മിഡിലായിട്ടാണ്. അപ്പോൾ കാക്കനാടൊക്കെ വർക്ക് ചെയ്യണ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയൊരു വീടാണ്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചേട്ടനനിയന്മാരൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു 2 വീടൊക്കെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 3 വീടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനായിട്ട് എടുക്കാവുന്നതാണ് നമ്മുടെ ഇപ്പോൾ ഈ കാണിച്ച 3 വീടുകൾ. അടുത്തടുത്താണ്. നിങ്ങൾക്ക് അടുത്തടുത്ത് താമസിക്കണമെന്ന് താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ 3 വീടും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റുമായിട്ട് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് മീറ്റ് ചെയ്യണം, വീട് കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനും സൗകര്യം അവരെ കോൺടാക്ട് ചെയ്താൽ കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇഷ്ടമായിക്കാനുള്ള ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പോരായ്മയുണ്ട്, എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ട കാര്യം കൂടി ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. ബൈ ഫ്രം മൈ ഡ്രീം ഹോംസ്.